ആരാണ് ജിസ്മയുടെ വായനക്കാർ? ന്യൂ ജനറേഷൻ ആണോ അതോ പഴയ ആളുകളാണോ? തീർച്ചയായും എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ തീർച്ചയായും ഇപ്പോൾ ഈ ചോദ്യം ഇന്നത്തെ യൂത്തിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു, ഒരു ക്രൈമോ സസ്പെൻസോ ഹൊററോ വെച്ചു കൊടുത്ത് തൊട്ടപ്പുറത്തൊരു റൊമാൻറ്റിക് ഫിക്ഷൻ വെച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും അവർ തിരഞ്ഞെടുക്കുന്നത് ആ 3 കാറ്റഗറീസ് ആയിരിക്കും. അപ്പോൾ ഈ പ്രണയം എന്നുള്ളൊരു കോൺസെപ്റ്റ് എഴുതുമ്പോൾ ഇറ്റ്സ് ചാലഞ്ചിങ് ആണ്. നമുക്കത് സ്വീകരിക്കപ്പെടാൻ ഇത്തിരി ചലഞ്ചിങ് ആണ്. ഈ വിശുദ്ധമെന്നോ അല്ലെങ്കിൽ ആത്മീയമെന്നോ ഒരു കോൺസെപ്റ്റ് യൂത്ത് എന്നല്ല ആരിലും പ്രകടമായി അവരത് അംഗീകരിക്കണമെന്നില്ല. പക്ഷേ എല്ലാവരിലും ഇതെല്ലാം ഒളിഞ്ഞിരിക്കുന്നുണ്ട് താനും. ആരും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം എൻ്റെ പുസ്തകം ഇന്നൊരു കാറ്റഗറി ആളുകൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതല്ല. പുസ്തകം വിറ്റു പോകുന്നുണ്ട് എന്നുള്ളത് വായിക്കപ്പെടുന്നത് കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രണയം എന്നുള്ളൊരു കോൺസെപ്റ്റ് എക്കാലവും വായിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. എങ്കിലും അതിലെന്തെങ്കിലും വ്യത്യസ്തത പുലർത്തിയാൽ അത് സ്വീകരിക്കപ്പെടുള്ളൂ എന്നുള്ളത് ഒരു ഉറച്ച കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ സാഹിത്യം തുടങ്ങിയ കാലം മുതൽ ഇന്നോളം പ്രണയം എഴുതുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നിടത്ത് അരുമയായ പക്ഷി സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത്, അതിൽ അരുമയായ പക്ഷിയിൽ മറ്റ് പല ഫലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിലെ ആത്മീയമെന്നോ വിശുദ്ധമെന്നോ പറയുന്ന പ്രണയത്തെക്കുറിച്ചാണല്ലോ ഞാൻ എഴുതിയത്. തീർച്ചയായിട്ടും അത് അംഗീകരിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളിലെല്ലാം ഇതുണ്ട്. ഇപ്പോൾ പൈങ്കിളി എന്നുള്ളൊരു വാക്കിനെ സമൂഹം ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ചേർത്തിക്കഴിഞ്ഞു. പക്ഷേ എങ്കിലും നമ്മുടെയൊക്കെ പ്രണയം പൈങ്കിളി തന്നെയാണ് അല്ലേ? അപ്പം അത്തരത്തിൽ തന്നെയാണ് ഈ വിശുദ്ധവും ആത്മീയവും എന്നുള്ള ബോധ്യമെല്ലാം തന്നെ. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടായിട്ടും നമ്മൾക്കിതൊന്നുമില്ല എന്ന് പറയുന്ന സമൂഹത്തെ കൺസിഡർ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. അപ്പം അത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഉള്ളിൽ പേറിക്കൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെയാണ് എൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നത്. ഒരു തലമുറയെ ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ന യൂത്ത് അല്ലെങ്കിൽ പഴയ ആളുകൾ വായിക്കണമെന്ന് കരുതിയൊന്നല്ല ഞാൻ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് എൻ്റെ പുസ്തകം വായിച്ചിട്ട് പ്രായഭേദമന്യേ ഒരു കാറ്റഗറിയിലും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള വായനക്കാരും എന്നെ തേടി വരാറുണ്ട്. എന്തെങ്കിലും കണ്ടന്റ് ഇല്ല, അതായത് അവരുടെ ലൈഫുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ജീവിതവുമായി കണക്ട് ആവുന്ന എന്തെങ്കിലും ഒരു പുസ്തകത്തിലുണ്ടെങ്കിൽ എനിക്ക് ആ പുസ്തകം വളരെ ഇഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ടായിരിക്കാം ഇപ്പം എൻ്റെ ബ്ലർബിൽ തന്നെ ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങളെ എവിടെയെങ്കിലുമൊക്കെ കാണാൻ കഴിയുമെന്ന. അത് പറഞ്ഞിട്ട് തന്നെയാണ് എന്നെ വായനക്കാർ എന്നെ തേടി വരുന്നതും. അവരെ എവിടെയെങ്കിലുമൊക്കെ കാണാൻ കഴിയുന്നത് കൊണ്ടായിരിക്കാം മേ ബി ആ പുസ്തകങ്ങൾ വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. ഈ ആളുകൾ നമ്മുടെ എന്താ പറയുക, യൂത്താണെങ്കിലും ആരാണെങ്കിലും ഒന്നും ഇഷ്ടമല്ല എന്ന് പറയുകയും പക്ഷെ അവരെ ഇഷ്ടപ്പെടുന്ന പലതും അവർ തേടി നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ആ പുസ്തകങ്ങളിലേക്ക് ആളുകൾ ചേക്കേറുന്നത്.